നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ട്. പാലിയേക്കര ടോളിന് സമീപം ലോറിയിൽ കടത്തുകയായിരുന്ന 120 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. 4 യുവാക്കൾ പിടിയിൽ. കൊടുങ്ങല്ലൂർ മുതൽ കരൂപ്പടന്ന പാലം വരെ BMBC ടാറിടൽ മഴയ്ക്ക് മുൻപ് പൂർത്തിയാക്കാൻ KSTP തിരക്കിട്ട ശ്രമം തുടങ്ങി. നേരത്തെ നിശ്ചയിച്ചിരുന്ന കരാർ ഉടമ്പടികളിൽ BMBC ടാറിടൽ ഉൾപ്പെട്ടിരുന്നില്ല. ചിരിയുടെ സുൽത്താൻ കൊടുങ്ങല്ലൂരിന്റെ അഭിമാനമായ ബഹദൂറിന്റെ ചിരി മാഞ്ഞിട്ട് 25 വർഷങ്ങൾ. കുഞ്ഞാലുവിന്റെ ചിരി ഓർമ്മകൾക്ക് മുൻപിൽ ബഹദൂർ സ്മൃതിയൊരുക്കി നാട് പ്രണാമമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോളിന് സമീപം ലോറിയിൽ കടത്തുകയായിരുന്ന 120 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. 4 യുവാക്കൾ പിടിയിൽ. തൃശൂർ സ്വദേശി സിജോ, ആലുവ സ്വദേശികളായ ആഷ്വിൻ, ഹാരിസ്, പാലക്കാട് സ്വദേശി ജോബിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നിരുന്നതെന്ന് പിടിയിലായ സംഘം പോലീസിനോട് പറഞ്ഞു. ചാലക്കുടി ഡിവൈഎസ്പിയുടെ സ്ക്വാഡും പുതുക്കാട് പോലീസും ചേർന്നാണ് കഞ്ചാവ് പിടിച്ചത്. കൊടുങ്ങല്ലൂർ മുതൽ കരൂപ്പടന്ന പാലം വരെ BMBC ടാറിടൽ മഴയ്ക്ക് മുൻപ് പൂർത്തിയാക്കാൻ KSTP തിരക്കിട്ട ശ്രമം തുടങ്ങി. നേരത്തെ നിശ്ചയിച്ചിരുന്ന കരാർ ഉടമ്പടികളിൽ BMBC ടാറിടൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇതിന് പുതിയ എസ്റ്റിമേറ്റും കരാറും വേണ്ടിവരുമെന്നാണ് അറിയുന്നത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കൊടുങ്ങല്ലൂർ ഷൊർണൂർ കോൺക്രീറ്റ് റോഡിന്റെ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ 5 കിലോമീറ്റർ കോൺക്രീറ്റ് ഒഴിവാക്കി BMBC ടാറിടാൻ ഫണ്ടിംഗ് ഏജൻസിയായ ജർമ്മൻ ബാങ്കിൽ നിന്ന് അനുവാദം ലഭിച്ചതോടെയാണ് മഴക്കാലത്തിന് മുൻപേ പൂർത്തിയാക്കാൻ ശ്രമം. ഇത് സംബന്ധിച്ച് നിർമ്മാണ കമ്പനിയുമായി KSTP അവസാനവട്ട ചർച്ചകൾ നടത്തി വരികയാണ്. നേരത്തെ നിശ്ചയിച്ചിരുന്ന കരാർ ഉടമ്പടികളിൽ BMBC ടാറിടൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇതിന് പുതിയ എസ്റ്റിമേറ്റും കരാറും വേണ്ടിവരുമെന്നാണ് അറിയുന്നത്. DBM മഴയ്ക്കു മുമ്പും രണ്ടാം ഘട്ടമായ BC മഴയ്ക്കു ശേഷവും തീർക്കാനാണ് പദ്ധതി. ഈ ഭാഗത്ത് റോഡിന് വീതി കൂട്ടുന്നതിന് സ്ഥലം ലഭിക്കാത്തതും നിർമ്മാണം നടക്കുമ്പോൾ ഗതാഗതം തിരിച്ചുവിടാൻ കഴിയാത്തതുമാണ് കോൺക്രീറ്റ് ഒഴിവാക്കാൻ കാരണം. അതേസമയം 4.5 കിലോമീറ്റർ വരുന്ന റോഡിനടിയിലൂടെയുള്ള കാലഹരണപ്പെട്ട 500 mm കാസ്റ്റ് അയൺ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാതെ കോടികൾ ചെലവിട്ട് പുനർനിർമ്മിക്കുന്ന റോഡ് പൈപ്പ് ലൈനിലെ ചെറിയ ചോർച്ചയ്ക്ക് പോലും വെട്ടിപ്പൊളിക്കേണ്ടി വരും. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സഹകാരി സംഗമവും ലഹരി വിമുക്ത ക്യാമ്പയിനും നടത്തി. സഹകാരി സംഗമം ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ N. ശങ്കർ ഉദ്ഘാടനം ചെയ്തു. നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം കഞ്ചാവ് എന്ന പ്രകൃതിദത്ത ലഹരി വസ്തു ഉപേക്ഷിച്ചുകൊണ്ട് മെത്തലേറ്റ് ഡയോക്സി മെത്താംഫെറ്റമിൻ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന MDMA പോലുള്ള അതിമാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സാഹചര്യം നമ്മുടെ കുട്ടികളും പുതുതലമുറയും നേരിടുന്നിരിക്കുന്നു. സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്തായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഗവൺമെന്റും ഇതിനെതിരെ വലിയൊരു യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഏറ്റവും അവസാനം തൻ്റെ വീട്ടിലെ പട്ടി തൊട്ടയൽവക്കത്തെ വീടിന്റെ മതില് ചാടിക്കിടന്ന് അവിടെ പോയ സമയത്ത് അവിടുത്തെ വീട്ടമ്മ ആ പട്ടിയെ ഒരു കമ്പ് കൊണ്ട് അടിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് വെഞ്ഞാറമൂടിലെ ഒരു വ്യക്തി ആ വീട്ടിൽ പോയിട്ട് അമ്മ ഉൾപ്പെടെ 4 പേരെ ഇരുമ്പ് വടി കൊണ്ട് തലക്കിടിച്ചു കൊണ്ടു. ഡെപ്യൂട്ടി ജനറൽ മാനേജർ KM സുധീർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ അവാർഡ് ദാനം, വികലാംഗർക്കുള്ള വീൽചെയർ വിതരണം, എക്സൈസ് വകുപ്പിനുള്ള നാർക്കോട്ടിക് ടെസ്റ്റ് ഉപകരണങ്ങളുടെ വിതരണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. സഹകാരി സംഗമം ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ N. ശങ്കർ ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി ജനറൽ മാനേജർ KM സുധീർ അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് D. അനുറാം, PRO VP സൈതലവി, CEO നവീൻ S. നായർ, M. കാർത്തിക്, KD മാത്യു, CK ദേവദാസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉഷ ബാലൻ, അഞ്ജലി KM, P. പ്രമോദ്, K. ജിത്രാജ്, കൃഷ്ണേന്ദു, OR ലോറൻസ്, KV ബിജു എന്നിവർ സംസാരിച്ചു. മാളയിൽ റോഡിലേക്ക് ചക്കകൾ വീണ് അപകടം സൃഷ്ടിക്കുന്നതായി പരാതി. മാള വടമ പട്ടാളപ്പടിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പ്ലാവിന്റെ കൊമ്പുകൾ റോഡിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത്. മാത്രമല്ല ഇതിലെ ചക്കകൾ പഴുത്ത് പൊതുമരാമത്ത് റോഡിലേക്ക് വീഴുന്ന അവസ്ഥയാണ്.
നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണിത്. യാത്രക്കാർ തലനാരിഴയ്ക്കാണ് ചക്ക വീണ് അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പ്ലാവിൻ കൊമ്പുകൾ വെട്ടിമാറ്റുകയും ചക്കകൾ നീക്കം ചെയ്യുകയും ചെയ്ത് യാത്രക്കാരുടെ സഞ്ചാരം സുഗമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മലയാളിയുടെ നർമ്മസങ്കല്പത്തെ വാനോളം ഉയർത്തിയ ചിരിയുടെ സുൽത്താൻ കൊടുങ്ങല്ലൂരിന്റെ അഭിമാനമായ ബഹദൂറിന്റെ ചിരി മാഞ്ഞിട്ട് 25 വർഷങ്ങൾ. കുഞ്ഞാലുവിന്റെ ചിരി ഓർമ്മകൾക്ക് മുൻപിൽ ബഹദൂർ സ്മൃതി ഒരുക്കി നാട് പ്രണാമമർപ്പിച്ചു. ബഹദൂർ ചാരിറ്റി ട്രസ്റ്റിന്റെ പ്രഥമ സ്മൃതി പുരസ്കാരം TG രവി ഹംസ കൊണ്ടാമ്പുള്ളിക്ക് സമ്മാനിച്ചു. ബഹദൂർ ട്രസ്റ്റും ബഹദൂർ സ്മൃതി കേന്ദ്രവും എടവിലങ്ങ് പഞ്ചായത്തും ബഹദൂർ വായനശാലയും ഫിലിം സൊസൈറ്റിയും ചേർന്നാണ് ബഹദൂർ സ്മൃതി സംഘടിപ്പിച്ചത്. ജന്മനാടായ എടവിലങ്ങ് കാരയിലെ ബഹദൂറിന്റെ നാമധേയത്തിലുള്ള ബഹദൂർ കൺവെൻഷൻ സെന്ററിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും തിങ്ങി നിറഞ്ഞ ചടങ്ങിൽ ബഹദൂറിന് ലഭിച്ച പുരസ്കാരങ്ങൾ അടങ്ങിയ ബഹദൂർ ഹാൾ നടൻ ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്തു. അഭിനയ രംഗത്തേക്ക് വന്നതു മുതൽ താൻ കുട്ടിക്കാലം മുതലേ കണ്ടു തുടങ്ങിയ ബഹദൂറിന്റെ അഭിനയം അനുകരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നുവെന്നും ബഹദൂറിനുള്ള ഷർട്ട് തയ്ക്കാൻ അളവെടുക്കാൻ ചെല്ലുമ്പോഴുണ്ടാകുന്ന വിറയൽ ഇപ്പോഴും അനുഭവപ്പെടുന്നുവെന്നും ഇന്ദ്രൻസ് പറഞ്ഞു. സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ ഒരുപാട് മനസ്സിൽ എനിക്ക് ആഗ്രഹിച്ച് ഇഷ്ടം തോന്നിയ ഒരു നടനാണ് ബഹദൂർ സാർ. സിനിമയിലും എപ്പോഴൊക്കെ ചെറുതിലെ അമ്മയുടെ കൂടെ കാണാൻ പോയൊരു സിനിമയിൽ ബഹദൂർ സാറ് തടിയെറുപ്പുകാരനായിട്ടാണ് അഭിനയിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടാണ്. അതിനു മുൻപ് ഭയങ്കര കോമഡിയൊക്കെ കാണുകയും SP പിള്ള സാറും ബഹദൂർ സാറും ഒക്കെ ഉള്ള സീനുകൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അച്ഛനെ പോലെ തോന്നി. എൻ്റെ അച്ഛനും ഇതേപോലെ മരമറപ്പുകാരനാണ്. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് എങ്ങനെയോ ഞാൻ എൻ്റെ തൊഴിലിൻ്റെ ഭാഗം പിടിച്ചു തന്നെ സിനിമയിലെത്തി. അതന്ന് ബഹദൂർ സാറ് നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് വിസ. അതിലും മമ്മൂട്ടി സാറും മോഹൻലാൽ സാറൊക്കെ ഉണ്ടെങ്കിലും നായകൻ ബഹദൂർ സാറാണ്. ഗൾഫിലുള്ള ഷൂട്ടിങ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മെരിലാൻഡ് ഷോയിൽ എത്തുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ അടുത്ത് കാണുന്നത്. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. MES പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംവിധായകൻ കമൽ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. ബഹദൂർ ചാരിറ്റി ട്രസ്റ്റിന്റെ പ്രഥമ സ്മൃതി പുരസ്കാരം TG രവി ഹംസ കൊണ്ടാമ്പുള്ളിക്ക് സമ്മാനിച്ചു. ബഹദൂർ പുസ്തക പ്രകാശനം സംവിധായകൻ സുന്ദർദാസും ബഹദൂർ ഫോൺ റീവീലിംഗ് ആഷിഖ് അബുവും വെബ്സൈറ്റ് ലോഞ്ച് കമലും നിർവഹിച്ചു. തിരക്കഥാകൃത്ത് KR സുനിൽ, KH ഹുസൈൻ, അബ്ദുറഹിമാൻ കടപ്പൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, സന്തോഷ് കോരുചാലിൽ, ഡോക്ടർ PA മുഹമ്മദ് സയ്യിദ്, നിഷാന്ത് സാഗർ, തോമസ് മാത്യു, ലത്തീഫ് പടിയത്ത്, തോമസ് മാത്യു, ആസ്പിൻ അഷ്റഫ്, KS ജയ, KA അഫ്സൽ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി സൗജന്യ ഡെന്റൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കിഡ്സ് ക്യാമ്പസിൽ നടന്ന ക്യാമ്പ് കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സാബു ജോർജ് അധ്യക്ഷത വഹിച്ചു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ്, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ അംഗം ഡോക്ടർ സന്ധ്യ നിരഞ്ജൻ, കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനെസർ ആന്റണി, കുമാരി സഹല ഫാത്തിമ എന്നിവർ സംസാരിച്ചു. ആദ്യത്തേതും അവസാനത്തേതുമായ പല്ല് ടെസ്റ്റ് ചെയ്തത് സാറിൻ്റെ അടുത്താണ്. പിന്നെ ചെയ്തിട്ടുമില്ല. കാരണം സാറിനെ എനിക്ക് 2009 മുതൽ പരിചയമുള്ളതാണ്. പല്ലിന് വേണ്ടിയിട്ടല്ല, പുള്ളിയുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലായിരുന്നു കൊച്ചച്ഛൻ. കുട്ടികളുടെ അന്ന് സാർ അന്ന് മുതൽ പരിചയമുണ്ട്. പക്ഷെ ഞാൻ പള്ളി കാണിക്കാൻ പോയിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം നെക്സനച്ഛൻ്റെ പല്ല് കാണിക്കണമെന്നും പറഞ്ഞ് കൂടെ പോയതാണ് ഞാൻ. കൂടെ പോയപ്പോൾ സാറിന് പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനും വെറുതെ ഒന്ന് കാണിച്ചേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ പല്ലാകെ കാണിച്ചേക്കുന്നത്. പിന്നെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുള്ളൂ. കാരണം ഇങ്ങനൊരു സാറ് ഇവിടെ വന്ന് ഞാൻ ഹോളിലോട്ട് കയറിയപ്പോൾ തന്നെ ഞാൻ അന്തിച്ചു. കാരണം എനിക്ക് പേര് കണ്ടപ്പോൾ മനസ്സിലായില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയക്കര ടോളിന് സമീപം ലോറിയിൽ കടത്തുകയായിരുന്ന 120 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. 4 യുവാക്കൾ പിടിയിൽ.
കൊടുങ്ങല്ലൂർ മുതൽ കരൂപ്പടന്ന പാലം വരെ BMBC ടാറിടൽ മഴയ്ക്ക് മുൻപ് പൂർത്തിയാക്കാൻ KSTP തിരക്കിട്ട ശ്രമം തുടങ്ങി. നേരത്തെ നിശ്ചയിച്ചിരുന്ന കരാർ ഉടമ്പടികളിൽ BMBC ടാറിടൽ ഉൾപ്പെട്ടിരുന്നില്ല. ചിരിയുടെ സുൽത്താൻ കൊടുങ്ങല്ലൂരിന്റെ അഭിമാനമായ ബഹദൂറിന്റെ ചിരി മാഞ്ഞിട്ട് 25 വർഷങ്ങൾ. കുഞ്ഞാലുവിന്റെ ചിരി ഓർമ്മകൾക്ക് മുൻപിൽ ബഹദൂർ സ്മൃതിയൊരുക്കി നാട് പ്രണാമമർപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.